ഓക്കെ, സോ നമ്മൾ ഇന്നൊരു മിനി TWS ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ കൊച്ചു മിനി TWS ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതാണ് നോയ്സിൻ്റെ എയർ ബഡ്സ് മിനി. നമുക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫംഗ്ഷനിങ്, ഇതിൻ്റെ ടച്ച് കൺട്രോൾ, പെയറിംഗ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് നോയ്സിൻ്റെ എയർ ബഡ്സ് മിനി എന്ന TWSൻ്റെ പാക്കേജിങ്. നമുക്ക് ഈ ഒരു പാക്കേജിങ് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻറ്റ്. ഇതിൻ്റെ പേരിൽ മിനി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു മിനി സൈസ്ഡ് TWS ആണ്. സോ വളരെ ചെറിയൊരു പാക്കേജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് വളരെ ചെറിയ ലൈറ്റ് വെയ്റ്റ് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ടൈപ്പ് C USB കേബിൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യൂസർ മാനുവൽ ആൻഡ് താങ്ക് യു കാർഡൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നോയ്സ് എയർബഡ്സ് മിനിൻ്റെ മിനി കേസിംഗ്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലിക്ക് സൗണ്ട് വരുന്നുണ്ട്, നല്ലതാണ്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ആ ഇയർബഡ്സ് പുറത്തേക്ക് എടുക്കാം. ഈ TWS കേസിൻ്റെ വെയിറ്റ് ആണ് 27 ഗ്രാം. ഇൻഡിവിജ്വൽ എയർബഡ്സിൻ്റെ വെയിറ്റ് ആണ് 3.2 ഗ്രാം. സോ വളരെ ലൈറ്റ് വെയ്റ്റ്, അണ്ടർ 4 ഗ്രാം ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ IPX4 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ വാട്ടർ സ്പ്ലാഷ് പ്രൂഫ് ആണ്. പിന്നെ ഇയർഫോൺസിലുള്ള ഡ്രൈവർ 14.2 mm ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5.0ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ രണ്ട് ഇയർബഡ്സിലും ടാപ്പ് കൺട്രോൾസ് ഉണ്ട്. സോ ഇവിടെ ടാപ്പ് ചെയ്താൽ മതി, ബട്ടൺ അല്ല, ടാപ്പ് കൺട്രോൾ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ രണ്ട് ഇയർബഡ്സിൻ്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ആണ് 3.5 hours. ഈ ഇയർബഡ്സ് ചാർജ് ചെയ്യാൻ ഒന്നുമില്ല, ഇത് തുറന്ന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആയിക്കോളും, നോ ഇഷ്യൂസ്. ഈ കേസ് 15 hours ടോട്ടൽ ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. ഈ കേസ് ചാർജ് ചെയ്യാൻ വളരെ ഈസിയാണ്. താഴെ ഇവിടെ ടൈപ്പ് C USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന ടൈപ്പ് C കേബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ഫോൺ ചാർജിലേക്ക് കണക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആവും. കേസിൻ്റെ ബാറ്ററി ലെവൽ അറിയാൻ വേണ്ടി ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഇൻഡിക്കേറ്റർ ഗ്രീൻ ആണെങ്കിൽ, നല്ല ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് ബാറ്ററി ബാക്കപ്പ് 80% അബവ് ഉണ്ട്. അത് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് 20 to 80% ഉണ്ട്. റെഡ് ആണെങ്കിൽ ബിലോ 20% ആണ്. അതിൻ്റെ അർത്ഥമാണ് ചാർജ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പെയറിംഗ് പ്രോസസ്സ് നോക്കാം. ഇത് പെയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ കയറി അവിടെ അങ്ങനെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സംഭവം, ഈ TWS ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇയർബഡ്സ് പുറത്തേക്ക് എടുക്കണം. എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പുതിയൊരു ഡിവൈസ് കാണിക്കും. സോ എയർബഡ്സ് മിനി എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം, പെയർ. സോ ഇറ്റ്സ് ഡൺ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഇയർബഡ്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. കണ്ടില്ലേ? ഈ TWS 2 കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഇത് പേൾ വൈറ്റ് ആണ്, പിന്നെ ഒരു ബ്ലാക്ക് വേരിയൻറ്റും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫിറ്റും കംഫർട്ടും നോക്കാം. ഓക്കെ, ഫിറ്റും പ്ലേസ്മെൻറ്റും കംഫർട്ടും നോക്കാം. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഫിറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ്. നോ ഇഷ്യൂസ്, നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ വീഴാനുള്ള ചാൻസ് ഇല്ല, വീഴില്ല, നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കുകയാണ്. പല TWSലും ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, കയറി നിൽക്കുന്നത്, ഇൻ ഇയർ ഇയർഫോൺസ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ സംഭവമല്ല. ഇത് നോർമലി നമ്മുടെ ആപ്പിളിൻ്റെ ബഡ്സ് ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. സോ ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. സോ നോ ഇഷ്യൂസ് വിത്ത് കംഫർട്ട്, ഫിറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. സോ ഈ TWS ഞാൻ നമ്മുടെ OnePlus നോഡുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്, കണക്ട് ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ടാപ്പ് ഫീച്ചേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചു തരാം. സോ ഇപ്പം യൂട്യൂബിൽ ഒരു മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ പോസ് ആൻഡ് പ്ലേ ഫീച്ചേഴ്സ് നോക്കാം. പോസ് ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ് ചെയ്യണം. സോ പോസ് ആയിട്ട് നോ ഇഷ്യൂസ്. ഏത് ഇയർബഡ്സ് ചെയ്താലും അത്, ഞാനിപ്പം റൈറ്റിലാണ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലെഫ്റ്റിലും ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂസ്. എഗെയിൻ പ്ലേ ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ്. സോ വർക്കാവുന്നുണ്ട്, നോ ഇഷ്യൂസ്. വോളിയൂം കൂട്ടാൻ വേണ്ടി റൈറ്റ് സൈഡിൽ സിംഗിൾ ടാപ്പ് ചെയ്യണം. സോ കൂടുന്നുണ്ട്. കുറയ്ക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ സിംഗിൾ ടാപ്പ് ചെയ്യണം. സോ വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ റൈറ്റ് ഇയർബഡിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. സോ നെക്സ്റ്റ് ആവുന്നുണ്ട്. പ്രീവിയസ് എക്സാക്ട്ലി സെയിം, ലെഫ്റ്റിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. സോ നോ ഇഷ്യൂസ്. സിരി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ടാപ്പ് ചെയ്യണം. 1 2 3. വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഇൻകമിംഗ് കോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി.
സോ ഈ TWSൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും അതിനോടൊപ്പം തന്നെ ടച്ച് കൺട്രോൾ, ഫിറ്റ്, കംഫർട്ടൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു. ഇനി എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്. നോയ്സ് പറയുന്നതനുസരിച്ച് ഇത് ബേസിക്കലി ബേസ് ബൂസ്റ്റഡ് TWS ആണെന്ന് പറയുകയാണെങ്കിൽ ബേസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ട്യൂണിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബേസ് ഉള്ള പാട്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല ബേസ് ബീറ്റും നല്ല ബേസ് തമ്പിങ് ബേസ് ഉള്ള പാട്ടുകളാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ബേസ് ഉണ്ട്, അങ്ങനെ ഭയങ്കരമായ ബേസ് ഇല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. സോ ഇതിൻ്റെ പ്രൈസ് 1299 ആണ്. സോ ആ പ്രൈസ് കാറ്റഗറി നോക്കുമ്പോഴേക്കും ഇറ്റ്സ് ഓക്കെ. പക്ഷേ മിഡും ട്രെബിളും അത്രയും പോരാ. സോ നിങ്ങൾ കേൾക്കുന്ന പാട്ടിൽ കൂടുതൽ വോക്കൽസ് ഒക്കെ ആണെങ്കിൽ അത്രയും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ബേസ് ഉള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നോക്കാവുന്ന ഒരു TWS തന്നെയാണ് നോയ്സിൻ്റെ എയർബഡ്സ് മിനി. ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.